ഹലോ ഗൈസ്, അങ്ങനെ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെക്കൻഡ് മിഷനാണ് ഗൈസ്, നമ്മുടെ GTA 5. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കളിച്ചപ്പോൾ ഒരു ബാങ്ക് ഹോളിലൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ റോബറി. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറേ ആൾക്കാർ നഷ്ടപ്പെട്ടു ഗൈസ്. നമ്മുടെ ട്രെയിൻ ഇടിച്ച് കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ട്രെയിൻ ഇടിച്ചിട്ട് കുറേ ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടു. മൈക്കിളിനൊക്കെ മൊത്തത്തിൽ വയ്യാണ്ടൊക്കെ ആയി ഗൈസ്. അങ്ങനെ കുറേ നഷ്ടങ്ങളൊക്കെ പെട്ടു. പിന്നെ നമ്മുടെ ഒരാളെ കൊന്നു ഗൈസ്, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരാളെ കൊന്നു. അങ്ങനെ കുറേ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒരു സെക്കൻഡ് മിഷനാണ്. അപ്പോൾ അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ ലമാർ പറഞ്ഞിട്ടുണ്ട് നമ്മളോടൊരു കാറിൽ കയറാൻ വേണ്ടി. ഞാൻ ഒരു റെഡ് കാറാണ് എടുത്തുക്കണത്, ലമാർ ഒരു വൈറ്റ് കാറാണ് എടുത്തുക്കണത്. എൻ്റെ മോനെ സെറ്റ് ഇട്ടോ, റൂഫൊക്കെ തന്നെ അടയ്ക്കണമൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലമാറിനെ ചേസ് ചെയ്യണം, ലമാറിനെ പുറകെ പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലമാർ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കും കൂടെ പിന്നാലെ പോവാം. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ കഴിയും. ഞാനങ്ങനെ GTA 5 പ്രോ ഡ്രൈവറൊന്നും അല്ല കേട്ടോ, കാരണം ഞാൻ ലാപ്ടോപ്പിലാണ് കളിക്കുന്നത്, ഇത്തിരി പാടുണ്ടാവും. അപ്പോൾ ഞാൻ ലമാറിൻ്റെ കൂടെ പോകണം. ആ വൈറ്റ് കാറാണ് കേട്ടോ ലമാർ. കണ്ട, ഫുള്ള് ക്രാഷ് ഡ്രൈവിംഗ് ആണ് ഗൈസ്. അങ്ങനെ എനിക്ക് ലമാറിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റില്ല. അത് ഞാൻ ലാപ്ടോപ്പിൽ കളിക്കണ കൊണ്ടാണ് ഗൈസ്, സെറ്റാണ്. എന്നാലും അങ്ങനെ രണ്ടാമത്തെ മിഷൻ നമ്മൾ ഇപ്പോഴും കംപ്ലീറ്റ് ആവില്ല ഗൈസ്. നമ്മൾ ഫസ്റ്റ് ലമാറിനെ ചേസ് ചെയ്യുക. ലമാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലമാർ സൈക്കോയാണ് കേട്ടോ ഗൈസ്, ഒരു സൈക്കോ തന്നെ. എങ്ങനെയൊക്കെ പോണ്, ഫുള്ള് ക്രാഷ് ഡ്രൈവിംഗ് ആണ്. പക്ഷേ ഞാൻ യമാൽ എന്ന് പറയുന്നത് ഗൈസ്. സോറി, ലമാർ കേട്ടോ, ലമാർ ഫുള്ള് സൈക്കോ ആണ്. അയാളുടെ പിന്നിൽ തന്നെ പോവാം നമുക്ക്. നമ്മൾക്കാണെങ്കിൽ വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. നമ്മളിങ്ങനെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചേസ് ഇത്തിരി പാടാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഇത്തിരി പാടാണ്. ഈ വണ്ടിയാണെങ്കിൽ ഒരു ആകെ കൂടി കിട്ടിയ വണ്ടിയാണ്. ഇതിന്ന് പോയാൽ പിന്നെ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ വേറൊരാളുടെ വണ്ടി അടിച്ച് മാറ്റേണ്ടി വരും. കണ്ടാ, ഇതൊന്നും ഒരു കാര്യമല്ല. ഇത് ഇപ്പം ജസ്റ്റ് ഇത്തിരി നേരം തട്ടും, അതൊന്നും വലിയ കാര്യമില്ല. ജീവൻ വേണമെങ്കിൽ മാറിക്കോ. ഇവിടെ കുറേ ആൾക്കാർ അല്ലെങ്കിൽ ബെസ്റ്റ് ഇതാരോനെ ഞാൻ പഠിച്ചിട്ടു ഗൈസ്. ഞാൻ പറഞ്ഞാണ് ജീവൻ വേണമെങ്കിൽ മാറിക്കോന്ന്. ഐ ആം സോറി അളിയാ. അപ്പോൾ നമ്മൾ ഇതാക്കണ്ട, വേറെ എവിടെയോ കൊണ്ടുപോയി നമ്മൾ ഇടിച്ചിട്ടുണ്ട്. ഈ ലമാർ നീ നിൽക്ക്, ഞാൻ നിന്നെ പിടിച്ചിട്ട കാര്യമുള്ളൂ. ഇനി നിൻ്റെ സ്പീഡ് നിന്ന് നടക്കില്ല. ആദ്യം ഗൈസ് നമ്മൾ പെട്ടച്ചു വിടുക. കുറേ നേരമായി അവൻ നടത്തുന്നു. നമ്മൾ പ്രോ ഡ്രൈവർ അല്ലാന്നാണ് വിചാരിക്കണത്. ശരിക്കും പ്രോ ഡ്രൈവറൊന്നും അല്ല. അയ്യോ ഗൈസ്, അതും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ കൊണ്ടുപോവാ. കൊണ്ടുപോ. ഗൈസ്, നമുക്ക് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ് സക്സസ്ഫുള്ളി. ലമാർ പോയി. ഇതാണ് പ്രശ്നം. ഈ ലമാർ എവിടെ ദുബായിലെത്തിയിട്ടുണ്ടാവും, അവനെ കാണാൻ. ഇല്ല ഗൈസ്, അവിടെ തന്നെയാണ്. നമുക്ക് നേരെ പോയിട്ട് പിടിക്കാം. കുറേ നേരെ ഇനിയും ലമാർ പോയാൽ പിന്നെ ഒരിക്കലും അവനെ കിട്ടില്ല. അപ്പം നമുക്ക് പെട്ടച്ച് പോവാം. എന്താ ലമാർ ഇരിക്കണം, നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ സെറ്റാണ്. അയ്യോ ആടാ ഫ്രാങ്ക്ലിനെ. അയ്യോ ഗൈസ്, ഞാൻ അറിയാതെ മിഷൻ ഫെയിൽഡ്. ഫ്രാങ്ക്ലിൻ ഡൈഡ് ഗൈസ്. ഞാൻ അറിയാതെ ഇറങ്ങി ഗൈസ് വണ്ടിയിൽ നിന്ന്. എന്തോ ഞാൻ വേറെ F പിടിച്ച് അമർത്തി, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. വണ്ടിയിൽ നിന്ന് ചാടിപ്പോയി ഞാൻ. നമുക്ക് റീട്രൈ കൊടുക്കാം. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്നും കൂടി കളിച്ചാൽ മതി. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഇവിടെ മരത്തിൽ ഇടിച്ച സ്ഥലം തന്നെയാണ്. എവിടെ നമ്മൾ വീണില്ല, ഇവിടുന്നാണ് വീണ് തോന്നുന്നു. നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഇനിയൊരു അബദ്ധം പറ്റണ്ട ഗൈസ്. അതെ, ഇനിയിപ്പോൾ മറ്റേ ട്രക്കൊന്നും വന്ന് പിന്നിലിരിക്കണ്ട. കണ്ട, ഈ ട്രക്കാണ് നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ഇതാക്കിയത്. ഇപ്പം നല്ല ശ്രദ്ധ ഉണ്ട്. നമ്മളിങ്ങനെ അങ്ങനെ നിർത്തി. നമ്മളെന്തായാലും ലമാർ കുറ്റം പറയുന്നത് തോറിയൊക്കെ വിളിക്കുന്നുണ്ട് ഗൈസ്. ഇതെന്താണ് ലമാർ പറയാണ് നമ്മൾ എന്താണ് ശരിക്കും ഓടിക്കാത്തതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ലമാർ പാട്ടും പാടിക്കൊണ്ടിരിക്കുക. എന്തൊരു ആംബുലൻസ് ശബ്ദം. ആംബുലൻസ് അല്ല, സോറി, പോലീസുകാരൻ്റെ ശബ്ദം. ലമാർ എസ്കേപ്പ് ആയി ഗൈസ്. അതാ 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. പക്ഷെ പണിയായി. ഇവിടെ നിന്ന് എസ്കേപ്പ് ആയാൽ മതിയായിരുന്നു. ഇനി അങ്ങനെ പുറത്തേക്ക് പോവുക. എനിക്കൊന്നും മനസ്സിലാവില്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതെന്താണ് ഗൈസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതാ പോലീസുകാർ. എന്തൊരു കഷ്ടമാണ് ഗൈസ്. നമ്മൾ പോലീസുകാരുടെ മുന്നിൽ പെടുവോ? ചേടാ മോനെ, പണി പാളുമ്പലത്തിൽ കിട്ടി. വെറുതെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമുക്ക് എസ്കേപ്പ് ആയാൽ മതിയായിരുന്നു. വണ്ടി ഫുള്ള് തവിട് പൊടിയായി ഗൈസ്, അത് പറയാലോ. വണ്ടി ഫുള്ള് തവിട് പൊടിയായി. പക്ഷെ എന്നാലും ഈ വണ്ടി കൊണ്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ നോക്കാം. എനിക്ക് വഴിയൊന്നും അറിയില്ലായി. നമ്മുടെ മാപ്പാണെങ്കിൽ അവിടെ കിടക്കുക, അതൊന്നും നോക്കണ്ട. നമുക്കിപ്പോൾ എങ്ങനെയൊക്കെ പോവാം.
അതാ നല്ലത്. ആ നമുക്ക് സ്റ്റാർ കടന്ന് മിന്നുന്നുണ്ട് ഗൈസ്. കുറേ നേരമേ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കുക ഗൈസ്. അപ്പം പോലീസ് പോകും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചില വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരുന്നാലോ, അത് നല്ലൊരു ഐഡിയ ആവും കേട്ടോ. ഞാൻ പറയുന്നത് അത് അങ്ങനെയാണ്. എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരുന്നാൽ പോലീസുകാർക്ക് മടുത്ത് പോവും. അതൊരു നല്ല ഐഡിയ ആണ്. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കുക സ്ഥലം അതിൻ്റെ മുകളിൽ ഒളിച്ചിരിക്കുക. ഇനിയിപ്പോൾ കുറേ ഫ്ലോർ കയറി പോവുക. അപ്പോൾ പോലീസുകാർക്ക് മടുക്കും. ഇപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ തിരയുണ്ടാവും പോലീസുകാർ. കണ്ടോ പോലീസുകാർ കണ്ടോ നമ്മളില്ല കേട്ടോ. ഞാൻ വരണമെങ്കിൽ പോലീസുകാർ കണ്ടിട്ടില്ല. നമുക്കിങ്ങനെ കയറി പോവുക. എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുക ഗൈസ്. ഇവിടെ ഒളിച്ചിരിക്കുക. വണ്ടി ഫുള്ള് തവിട് പൊടിയായി കേട്ടോ. അത് സത്യം പറയാം. വണ്ടി ഫുള്ള് തവിട് പൊടിയായി. ഇവിടെ ചെയ്യുന്ന നിൽക്കുക, അതാണ് നല്ലത്. സ്റ്റാർ ഇങ്ങനെ മിന്നിക്കൊണ്ട് നിൽക്കണ്ടേ. എന്താ കാട്ടുക? ഈ സ്റ്റാർ പോകണില്ല. നമുക്കിപ്പോൾ റൂഫ് ഇടാം ഗൈസ്. അതാണ് നല്ലത്. നമുക്ക് റൂഫൊക്കെ അടച്ചിടാം. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. അങ്ങനെ നമ്മുടെ സ്റ്റാർ പോയി ഗൈസ്. 100 ലെവൽ പോയി. ഇനി നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് ലമാറിനെ 2 ചീത്ത വിളിക്കണം. അല്ല പിന്നെ യമാല ഗൈസ്. ലമാർ എസ്കേപ്പ് ആയിട്ട് നമ്മൾ സിമയോൻ്റെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സിമയോൻ്റെ ഷോറൂം. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോവാം. സെറ്റ്. ഇതാ ലമാർ നിൽക്കണു സുഖമായിട്ട്. ലമാർ എസ്കേപ്പായിട്ട് അവിടെ ഇരിക്കണ്. ഇവിടെ എന്തോ കഴിഞ്ഞ് സംസാരിക്കണുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. സിമയോൻ അവിടെ ബ്ലൂ ഷർട്ട് ഇട്ടാണ് സിമയോൻ. ഇത് മൈക്കിളിൻ്റെ മറ്റേത് മൈക്കിളിൻ്റെ ആരോയല്ലേ, ജിമ്മിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. എനിക്കറിയാം അയാളുടെ മൈക്കിളിൻ്റെ ആരോയാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിൽ ഇട്ടിട്ടോ. മൈക്കിളിൻ്റെ ജിമ്മിയോ അങ്ങനെ എന്തോ പറഞ്ഞ ആളാണ്. ഇതെന്താണ് അവർ പറയുന്നത്? ലമാർ പറയണത് എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല എന്നാണ്. ഇതെന്താ സിമയാൻ എന്തൊക്കെയോ കടന്ന് പറയുന്നുണ്ടല്ലോ. സെറ്റാണ് കേട്ടാ. നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഇതെന്താ ഏതാണ് ഗൈസ് വണ്ടി? സെറ്റ് വണ്ടി, വൈബ് വണ്ടി. എനിക്കൊന്നും പറയാല്ല. ഫ്രാങ്ക്ലിൻ അവിടെ വണ്ടി പോയ അണ്ണാനെ പോലെ നോക്കി നിൽക്കുകയാണ്. എന്താ അവിടെ ഉണ്ടാവണമെന്ന്. പാവം ജിമ്മി എന്തൊക്കെയോ കേട്ടോണ്ടിരിക്കുകയാണ്. പൈസ ഒരു വിഷയമല്ലാന്ന് ജിമ്മി പറയാണ്. എന്താ ലമാർ എന്തോ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ പോവാം. നമുക്ക് പോവാം ഗൈസ്. നമുക്ക് പോവാം, അതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പോവാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഈ വണ്ടി ഇനി എടുക്കാൻ പറ്റില്ല. ഇവിടെ ഷോറൂമിലിടാം. അതാണ് ഗൈസ് ഫ്രാങ്ക്ലിൻ്റെ ഒറിജിനൽ വണ്ടി. വെള്ള കളറിലില്ല, അതാണ് വണ്ടി. നമുക്ക് അതും കൊണ്ട് പോവാം. അതാണ് ഫ്രാങ്ക്ലിൻ്റെ ഒറിജിനൽ വണ്ടി എന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. ഇതാണ് ഗൈസ് ഫ്രാങ്ക്ലിൻ്റെ ഒറിജിനൽ വണ്ടി. നമുക്ക് ഇതും കൊണ്ട് പോവാം. ഇനി അടുത്ത പരിപാടിക്ക് ഇത് മതി. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഐ എം സോറി അളിയാ. ഒരാൾ നമ്മൾ അറിയാതെ ഇടിച്ചിട്ടു. എൻ്റെ തെറ്റാണ് ഗൈസ്. ബെസ്റ്റ്. അയാൾ ഓടിപ്പോവുക ചെയ്ത്. ഞാൻ വിചാരിച്ചു ഫൈറ്റിനൊക്കെ വരുമെന്ന്. ഒരു നല്ലൊരു ഫൈറ്റ് സീൻ പോയി കിട്ടി. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഒരു ഗ്യാരേജുള്ള വീടാണ് കേട്ടോ നമ്മുടെ. ഇതിൽ ഗ്യാരേജിലല്ലോ. സോറി ഇതല്ല. എനിക്ക് മണ്ടത്തരം പറ്റി ഗൈസ്. ഇതല്ല കേട്ടോ. ഇതല്ല വീട്, അപ്പുറത്താണ്. ഇതാണ് നമ്മുടെ വീട്. ഇതിലാണ് ഗ്യാരേജുള്ളത്. എനിക്ക് നേരത്തെ മണ്ടത്തരം പറ്റി. ഞാൻ നോക്കിയപ്പോൾ ഗ്യാരേജ് അവിടെ പോയി. ഗ്യാരേജ് കാണാനില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റും ചെയ്യണം. ഈ വീഡിയോ കണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ മൈക്കിൾ പോയി. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ കിടക്കാം ഗൈസ്. നമുക്ക് വീട്ടിൽ കിടന്നുണ്ട്. ഇത് ഫ്രാങ്ക്ലിൻ്റെ വീടാണ് കേട്ടോ. ഇത് ചെറിയൊരു കുട്ടി വീടാണ്. ഇതാരാ കാർട്ടൂണൊക്കെ കൊണ്ടിരിക്കുന്നത്? മിഷൻ പാസ്ഡ് ഗൈസ്. ഫ്രാങ്ക്ലിൻ ആൻഡ് ലമാർ. യെസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. യെസ് ഗൈസ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി മിഷൻ പാസ്. യെസ്. അപ്പോൾ എനിക്കൊരു നല്ല സന്തോഷമായി ഈ മിഷൻ ജയിച്ചതിന്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.